എന്താ എന്നെ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? ജയശങ്കർ വരും. ആർക്ക് വിഷമം? എനിക്കോ? ഞാൻ റെഡിയായി. മേക്കപ്പ് ഇട്ടാ മതി. നമ്മുടെ ഹീറോ എത്തിയില്ലല്ലോ. എത്തും. ജയശങ്കർ വിളിച്ചിരുന്നോ? ഇല്ല. പിന്നെ എന്റെ മനസ്സ് പറയുന്നു. സത്യത്തെ ഞാൻ ഇന്നിവിടെ വരണ്ടാന്ന് വിചാരിച്ചിരുന്നതാ. എന്നിട്ട് ഞാൻ വന്നില്ലേ? അപ്പോൾ എന്നെക്കാളും എത്രയോ സീനിയറായ ജയശങ്കറിന് വരാതിരിക്കാൻ കഴിയുമോ? അതങ്ങനാ മോളെ. എത്ര തിരക്കുള്ള ആളാണെങ്കിലും 2 ദിവസം വീട്ടിലിരുന്ന ബോറടിക്കും. ഓടി എത്തൂലേ ലൊക്കേഷനിലേക്ക്. ഞാൻ പറഞ്ഞില്ലേ വരൂന്ന്. ഫോൺ ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലേ? യാത്രയൊക്കെ സുഖമായിരുന്നോ ജയശങ്കർ? ക്ഷമിക്കണം, എന്റെ അമ്മയുടെ പ്രവൃത്തിക്ക് ഞാൻ ക്ഷമിക്കുന്നു. സാർ ഒരു മിനിറ്റ്. ഇതിരിക്കട്ടെ, എന്റെ അമ്മയുണ്ടാക്കിയ നഷ്ടത്തിന് ഒരു പരിഹാരമായിട്ട്. ഈ തുക എത്രയായിരുന്നാലും ഞാനിപ്പോ വാങ്ങുന്നത് കടമായിട്ടാണ്. അത്രയ്ക്ക് ആവശ്യങ്ങളുണ്ട്. ജയശങ്കറിന് ഇന്ന് അഭിനയിക്കുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഞാനിതാ റെഡി. മേക്കപ്പ് ഇട്ടാ മതി. സെയിം ഡയലോഗ്. തേയിലത്തോട്ടത്തിലൂടെ നടന്നു വരുന്ന ലക്ഷ്മി, ലക്ഷ്മിയെ കാണുന്ന വിനോദ്. വിനോദ്, നീ എന്താ ഇവിടെ നിൽക്കുന്നേ? എന്താ എന്നെ ഡയലോഗ് കാണാതെ പഠിക്കുകയാണോ? അല്ല ഏട്ടാ, വായിക്കുമായിരുന്നു. എന്ത് തോന്നുന്നു അന്നയുടെ അഭിനയത്തെ കുറിച്ച്? അതിന് മറുപടി പറയേണ്ടത് ചേട്ടനൊക്കെ തന്നെ. നല്ല ഫീച്ചർ ഉണ്ട് അന്നയ്ക്ക്. വേറെ എവിടെന്നെങ്കിലും ചാൻസ് വന്നിട്ടുണ്ടോ? എങ്കിൽ ചേട്ടനൊക്കെ അറിയാതിരിക്കോ? എനിക്ക് 1-2 എൻക്വയറി വന്നിരുന്നു. ഇത് കഴിയട്ടെ എന്ന് ഞാൻ പറഞ്ഞു. അടുത്ത പടത്തിന് എഗ്രിമെന്റ് വെക്കാമല്ലോ. അന്ന് അച്ഛനാ നടി ഇൻസൾട്ട് ചെയ്തപ്പോ പെട്ടെന്ന് കയറി പറഞ്ഞതാ. പിന്നെ അല്പ അഭിനയമോഹം ഉണ്ടായിരുന്നു. ഈ സിനിമ വിജയിക്കണം, അത് എന്റെ കൂടെ ആഗ്രഹമാണ്. വിജയിക്കും, അത് ഉറപ്പാ. അതിന് ഒരു സംശയവും വേണ്ട. മോൾ ഇത് വാങ്ങും. ഇത് ഞാൻ അന്ന് തന്ന ഓർണമെന്റ്സ് അല്ലേ? അതെ, എല്ലാ ഐറ്റവും ഉണ്ടെന്ന് നോക്ക്. അതിരിക്കട്ടെ, എവിടുന്ന് ഇത്രയും കാശ് കിട്ടിയത്? അതൊരാള് തന്നതാ. ആര്? പേര് പറയാൻ മടിക്കുന്ന ജയശങ്കർ എന്നുള്ള ചെറുപ്പക്കാരൻ. അത് ശരിയാവില്ല. നമ്മളിത് അയാൾക്ക് കൊടുത്ത പേയ്മെന്റ് അല്ലേ? ആ പേയ്മെന്റ് അയാൾ തിരിച്ചു തന്നു. അയാൾക്ക് സിനിമ തീർന്നിട്ട് കാശ് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. എന്താ കുഴപ്പം? അയാള് കാശിന് വലിയ ആർത്തിയുള്ള നടനൊന്നും അല്ല. ശരിക്കും അയാളുടെ അച്ഛന്റെ ആഗ്രഹമാണ് മകനെ സിനിമ നടനാക്കാൻ. പുള്ളി തമിഴ്നാട്ടിലെ പെരിയ കൗണ്ടറല്ലേ? എങ്കിലും സിനിമ തീരുമ്പോൾ നമ്മൾ അയാളെ സെറ്റിൽ ചെയ്യും. അന്നയുടെ സ്വർണം പണയം വെച്ചാണ് ജയശങ്കറിന് കാശ് കൊടുത്തെന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരന് വലിയ സങ്കടമായിപ്പോയി. സിനിമയിൽ ഇത്തരം ആൾക്കാർ വളരെ കുറവാണ്. ഇത് മാത്രമേ കിട്ടുള്ളൂ. എന്നാലും ദിനേശനൊന്ന് സംസാരിച്ചു നോക്ക്. ഇവിടത്തെ കാര്യം എനിക്ക് അറിയാവുന്നല്ല സാറേ. പറയാണ്ട് തന്നെ ഈ കാര്യം ഞാനവിടെ സംസാരിച്ചു. ഡയറക്ടർ എന്റെ മുന്നിൽ വെച്ച് എന്നെ അയാളെ വിളിക്കുകയും ചെയ്തു. സാറേ. എന്താ ദിനേശ? ഞാൻ ഒരു കാര്യം പറഞ്ഞ സാർ ചെയ്യൂ? എന്താ? സാറ് നമ്മുടെ ആന്റണിയോട് കുറച്ച് കാശ് കടം ചോദിച്ചാലോ? അയാളുടെ കയ്യിൽ എന്തായാലും കാണാണ്ടിരിക്കൂല. ഒരിക്കൽ ഇറങ്ങിത്തിരിച്ച് നഷ്ടങ്ങളുണ്ടായതാ. അതൊന്നും ശരിയാവില്ല. അത് സാറിന്റെ കൂട്ടുകാരനല്ലേ? എനിക്ക് ചോദിക്കാനൊന്നും വയ്യ. ഒടുവിൽ ചോദിച്ചിട്ട് കിട്ടിയില്ലെങ്കിലോ? ഒരു കാര്യം ചെയ്, നീ ഒന്ന് ചോദിച്ചു നോക്ക്. നീയാവുമ്പോ. ഞാനോ? ഏതായാലും ഞാനൊന്ന് സംസാരിക്കാം. ഓക്കെ, വാ ഇരിക്കേ. എന്താടാ, കയ്യിൽ കാശില്ലാതെയാണോ നീ ഇതിനിറങ്ങി പുറപ്പെട്ടത്? എന്താ? അല്ല, അത് സാർ ഞാൻ ആന്റണിയോട് മകളുടെ കല്യാണത്തിന് വേണ്ടി കുറച്ച് കാശ് ബാങ്കിൽ ഇട്ടിട്ടുണ്ട്. അതും ഭാര്യയുടെ പ്രോപ്പർട്ടി വിറ്റ പണമാ. ഒരു 3-4 മാസത്തിനുള്ളിൽ അവിടെ കല്യാണം നടത്തണം. അല്ലെങ്കിൽ നിന്നെ ഞാൻ സഹായിക്കായിരുന്നു. ഞാൻ ഒരു കാര്യം പറയട്ടെ, 15 ദിവസത്തിനകം ഷൂട്ടിംഗ് വരും. അത് കഴിയുമ്പോ കാശും വരും. പോസ്റ്റ് പ്രൊഡക്ഷൻ ചെയ്യാനുള്ള കാശ് ഡയറക്ടറിന്റെ കൈവശം റെഡിയാണ്. പിന്നെന്താ പ്രശ്നം? എന്നാലും അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു 10 ലക്ഷം രൂപ തരാം. നിനക്ക് വേണ്ടിയല്ലേ?
എന്താ നിങ്ങളുടെ പരിപാടി? കണ്ടൂടെ എന്താ ചെയ്യണേന്ന്? അപ്പൊ നിങ്ങൾ സിനിമാക്കാരല്ല, ഇതുപോലെ പരിപാടി അല്ലേ? ദേ, എന്നോട് വിളച്ചിലെടുക്കരുത്. നിങ്ങൾ ഈ സിനിമ തുടങ്ങിയപ്പോ മുതല് ഞാൻ പല വേഷങ്ങളും കിട്ടി. എന്നോട് വേഷം കെട്ടിറക്കരുത്, കളിയാൻ കാണിച്ചു തരും ഞാൻ. വേണു, നിന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിയെന്നുള്ള നേരാണ്. എന്നെ നാറ്റിക്കരുത്. ഞാനൊരു ഡയറക്ടറാണ്. പ്ലീസ് പപ്പ ഇങ്ങ വന്നേ. ഇയാൾക്ക് കൊടുക്കാൻ നല്ല ഏതെങ്കിലും വേഷം ഇരിപ്പുണ്ടോ? വേഷം എന്ന് പറയുമ്പോ ഒരു ഹാജിയാരുടെ വേഷമുണ്ട്. പക്ഷെ ഇത് നാളെ തന്നെ ചെയ്യണം. ആ കഴിഞ്ഞ ചെയ്യാമോ? ഇതൊക്കെ നടപടിയുള്ള കേസാണ്. ഉറപ്പാണ്, ഉറപ്പ്. അവനടുത്ത് മാറ്റടാ. ഓരോരുത്തർ വന്നോളും. എന്റെ ദേവി, ഈ വേഷം കൂടി ശരിയായ മതിയായിരുന്നേ. അസ്സലാമലൈക്കും. എന്താ സലാം അടക്കാത്ത? ആരാ? എന്ത് വേണം? നമ്മുടെ വേണുവാണ് എസ് ഐ വേഷം. ആ വേണു, വേണുവിന് ഈ വേഷം നന്നായി ചേരുന്നുണ്ട്. വേഷത്തിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ആരും എന്നെ തിരിച്ചറിയില്ല എന്റെ മോൻ കണ്ടു കഴിഞ്ഞാ. എനിക്കതായിരുന്നു ആവശ്യം. വേണുവിനെ എല്ലാ വേഷവും നന്നായി ചേരും. അങ്ങനെയാണെങ്കിൽ നായകവേഷം ഇരിക്കുക. അത് എന്നോട് മേടിച്ച് 1 ലക്ഷം രൂപ. പിന്നെ 1 ലക്ഷം രൂപയ്ക്കാണ് നായകവേഷം അഭിനയിക്കാൻ വന്നിരിക്കുന്നത്. നിങ്ങളെല്ലാം തന്നെ മുഖത്ത് നോക്കി ചുണ്ടനിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എന്തേലും ഒന്ന് പറ. എന്റെ അടുത്ത പടത്തിലെ നായകൻ വേണുവാണ്. എന്റെ അടുത്ത പടത്തിലെ നായകൻ വേണുവാണ്. അതെ, ഈ പടത്തിന് എത്ര പ്രാവശ്യം വന്നു കഴിഞ്ഞാലും എന്നോട് ചോദിച്ചാൽ മതി, എല്ലാം ഞാൻ ഓക്കെ ആയിക്കോളാം. ഓക്കേ ഓക്കെ. ഞാൻ എത്ര നാളായി പറയണു എന്തെങ്കിലും നടക്കൂ. ഇതൊക്കെ ഇവിടെ വന്നാണോ? ഞാനിപ്പോ എന്തോ ചെയ്യാ? നമസ്കാരം സാറേ. നമസ്കാരം. എന്താ സാറേ ഈ വേഷത്തിൽ എനിക്ക് റോളില്ലേ? അതൊക്കെ ഡയറക്ടറോട് ചോദിക്കൂ. ഡയറക്ടർക്ക് അറിഞ്ഞോളൂ. ഡയറക്ടർ പാർട്ടിസിൽ എടുക്കാൻ വേണ്ടി അങ്ങ് ലൊക്കേഷനിലേക്ക് പോയി. ഞാനിപ്പോ എന്ത് ചെയ്യും? തനിക്ക് വേണ്ടി താൻ പോയി ചോദിക്കണോ? സാറേ, 3-4 ദിവസമായിട്ട് ഞാൻ ഇവിടെ അലഞ്ഞു തിരിഞ്ഞു നടക്കോ സാറേ. ഇതൊക്കെ ഒട്ടിച്ചിട്ട് എനിക്ക് ഭയങ്കര ചൊറിച്ചില്ല സാറേ. ചൊറിച്ചില്ലണ്ടാ, എനിക്ക് വലിച്ചു പറിച്ച് കളയടോ. വേണു, ഒരു പ്രശ്നമുണ്ട്. നോമ്പ് സമയം ആയതുകൊണ്ട് പള്ളി കിട്ടിയില്ല. നോമ്പ് കഴിഞ്ഞാല് ആര്യയുടെ വേഷം ചെയ്യാൻ പറ്റൂ. ഒരു പോലീസ് ജീപ്പ് റെഡിയായിട്ടുണ്ട്. നീ വേഷം മാറി പഴയ എസ് ഐ വേഷം വിടും. എടോ, മീശ ഇല്ലാത്തവനെ എസ് ഐ വേഷം കെട്ടണത്. സാറേ, ഒരു വെപ്പ് മീശ വച്ചാ പോരെ? മേക്കപ്പ് മാനോട് പറഞ്ഞ്. തനിക്ക് പറഞ്ഞാൽ എന്താ കുഴപ്പം? എല്ലാത്തിനും ഞാൻ തന്നെ പറഞ്ഞോ. കൃഷ്ണ, ഞാൻ എന്താ ചെയ്യണ്ടേ ഇപ്പൊ?